ഇന്നത്തെ വായനയിലെ തുടക്കം ടോട്ടോച്ചാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെസ്കോ കുറയാനഗി. ഇത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അൻവർ അലി. ഞാൻ നിൽക്കുന്നിടത്തു നിന്നും ജനലിനപ്പുറത്തേക്ക് കാണാൻ കഴിയില്ല. സ്വാഭാവികമായും എനിക്കൊരാകാംക്ഷയുണ്ടായി. അപ്പോഴുണ്ട് വീണ്ടും എന്തെടുക്കുവാ അവിടെ? പതിവുപോലെ തെരുവിലായിരുന്നില്ല. അവളുടെ കണ്ണ് മുകളിലെവിടേക്കോ നോക്കിയിരുന്നു. ചോദ്യം എനിക്ക് കൗതുകം ഇരട്ടിച്ചു. മറുപടി കേൾക്കാൻ ഞാൻ ചെവി വട്ടം പിടിച്ചു. അനക്കമില്ല. അവളൊട്ടും നിർത്തുന്നുമില്ല. എന്തെടുക്കുവാ? ഓയ് ഹോയ്, എനിക്ക് പഠിപ്പിക്കാൻ പറ്റോ? ഒടുവിൽ ക്ഷമ നശിച്ചു. ജനലിനടുത്ത് ചെന്ന് നോക്കുമ്പോഴുണ്ട് കൂരയുടെ അറമ്പിൽ 2 തൂക്കണംകുരുവികളിരുന്ന് കൂടുകെട്ടുന്നു. അവരോടാ നിങ്ങളുടെ പുന്നാരക്കുട്ടി ചോദിക്കുന്നത് എന്തെടുക്കുവാന്ന്. അല്ല, എനിക്കറിയാം, കുട്ടികളാവുമ്പോൾ കാക്കയോടും കുരുവിയോടും ഒക്കെ സംസാരിച്ചെന്നിരിക്കും. സംസാരിച്ചോട്ടെ, എന്നാലും പഠിച്ചോണ്ടിരിക്കുന്ന നേരത്ത് തന്നെ വേണോ കിന്നാരം? ഞാൻ അത്രേ പറയുന്നുള്ളൂ. വിഷ്ണയായി നിന്ന അമ്മ മാപ്പ് പറയാൻ തുടങ്ങുമ്പോഴേക്കും ടീച്ചർ തുടർന്നു. ഇനി ഡ്രോയിങ് ക്ലാസ്സിലെ സംഭവം കേൾക്കണോ? എല്ലാവരോടും ദേശീയ പതാക വരക്കാൻ പറഞ്ഞു. കുട്ടികളെല്ലാം വരക്കാൻ തുടങ്ങി. നിങ്ങളുടെ പുന്നാര മോളുണ്ടല്ലോ, അവൾ മാത്രം ജപ്പാനീസ് നേവിയുടെ പതാക പണിയാൻ ആരംഭിച്ചു. പോട്ടെ, അതെങ്കിലും അത് എന്ന് ഞാനും കരുതി. അപ്പോഴേക്കും അതാ വരുന്നു കൊടിക്കു ചുറ്റും മഞ്ഞത്തൊങ്ങല്. ചുറ്റും തൊങ്ങലു പിടിപ്പിച്ച പതാകകളുടെ ചിത്രം വല്ലതും അവൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ സമാധാനിക്കും മുമ്പ് മഞ്ഞ നിറമുള്ള ക്രയോൺ കടലാസിന്റെ വിളുമ്പും കടന്ന് ഡെസ്കിലേക്ക്. 1ഉം 10ഉമല്ല, 100കണക്കിന് വരകൾ. ചിത്രവേലയെല്ലാം കഴിഞ്ഞു കടലാസ് നീക്കിയപ്പോഴുണ്ട് ഡെസ്കിൽ നിറയെ മഞ്ഞ വരകൾ. മായ്ച്ചിട്ടൊട്ടു പോകുന്നുമില്ല. 3 വർഷത്തേയുള്ളൂ. അത്രക്കാശ്വാസം. ഓ, 3 വശത്ത്? മനസ്സിലായില്ല. അമ്മ അത്ഭുതപ്പെട്ടു. 1 വശത്ത് കൊടിമരമുണ്ടായിരുന്നു. അതൊരു ഭാഗ്യം. തളർന്ന ശബ്ദത്തിൽ ടീച്ചർ വിശദീകരിച്ചു. അമ്മയും അല്പമൊന്ന് ആശ്വസിച്ചു. 3 വശത്ത് മാത്രമല്ലേയുള്ളൂ? അത് കേൾക്കണ്ട. ടീച്ചർ പാഠത്തിലെ പ്രധാന ഭാഗമെന്ന പോലെ നിർത്തി പറഞ്ഞു. കൊടിമരമുണ്ടല്ലോ, അതിങ്ങ് മുക്കാലും കടലാസിനു പുറത്താ. അതായത് ഡെസ്കിൽ നെടുകെ പതിഞ്ഞു കിടപ്പുണ്ട്. കസാരയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ടീച്ചർ തണുപ്പൻ മട്ടിൽ തുടർന്നു. എനിക്ക് മാത്രമല്ല, അടുത്ത ക്ലാസ്സിലെ അധ്യാപകർക്കും പോലും നിങ്ങളുടെ മകളെ കൊണ്ട് പൊറുതിമുട്ടി. അത് ഒടുക്കത്തെ വാക്കായിരുന്നു. ഇത് ശരിയാവില്ല. അമ്മയ്ക്ക് കാര്യത്തിന്റെ കിടപ്പ് പിടികിട്ടി. മറ്റൊരു പള്ളിക്കൂടം കണ്ടുപിടിക്കണം. അവളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയം. അവിടെ തന്റെ മകൾക്ക് മറ്റുള്ളവരോട് ഒത്തുപോകാൻ കഴിയണം. പ്രിയ കൂട്ടുകാരെ, ഇത് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സമർപ്പിക്കുന്നു.